ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടിയിട്ടുള്ള SCRT വർക്കൗട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് സമരവും സ്വാതന്ത്ര്യവും എന്ന പാഠമാണ്. 10ാം ക്ലാസ്സിലെ പാഠമാണ് സമരവും സ്വാതന്ത്ര്യവും. പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാഠമാണ് നമ്മളിന്ന് നോക്കുന്നത്. ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോയാണ്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോയാണ്. 2. ചമ്പാരൻ സമരം തുടങ്ങിയത് ഏത് വിഭാഗമാണ്? നീലം കർഷകരാണ്. ചമ്പാരൻ സമരം തുടങ്ങിയത് നീലം കർഷകരാണ്. 3. ചമ്പാരനിലെ നീലം കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാണ്? രാജ്കുമാർ ശുക്ല. ചമ്പാരനിലെ നീലം കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രാജ്കുമാർ ശുക്ലയാണ്. 4. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. 1916 INC സമ്മേളനം ലക്നൌവിൽ വെച്ചാണ് നടന്നത്. 5. ചമ്പാരനിലെ നീലം കർഷകരോട് അനുഭാവം പ്രകടിപ്പിച്ച് 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദാണ്. ചമ്പാരനിലെ നീലം കർഷകരോട് അനുഭാവം പ്രകടിപ്പിച്ച് 1916 ലക്നൗ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദാണ്. 6. ചമ്പാരനിലെ നീലം കർഷകരോട് അനുഭാവം പ്രകടിപ്പിച്ച് പ്രമേയം അവതരിപ്പിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1916 ലക്നൗ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. 7. ഗാന്ധിജി ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവം ഏതാണ്? ചമ്പാരൻ സമരമാണ്. ഗാന്ധിജി ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സമരമാണ് ചമ്പാരൻ സമരം. 8. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. 9. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? പീറ്റർ മാരിറ്റ്സ്ബർഗ് ആണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷനാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ്. 10. ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇറക്കിവിട്ടത് എവിടേക്കുള്ള യാത്രാമധ്യേയാണ്? ഡർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്ക് പോകുന്ന വഴിയാണ് ഗാന്ധിജിയെ ഇറക്കിവിട്ടത്. ഡർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്ക് പോകുന്ന വഴിയാണ് ഇറക്കിവിടുന്നത്. 11. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ചിലവഴിച്ച കാലം എത്രയാണ്? 21 വർഷം. 21 വർഷമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ചിലവഴിച്ച കാലം. 12. ചമ്പാരൻ സമരം നടന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ചമ്പാരൻ സമരം നടന്ന സംസ്ഥാനമാണ് ബീഹാർ. 13. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ഏതാണ്? 1918 ആണ്. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത് 1918 14. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം നടത്താനുണ്ടായ കാരണം ഏതാണ്? പ്ലേഗ് ബോണസ് ആണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം നടത്താനുണ്ടായ കാരണം പ്ലേഗ് ബോണസ് ആണ്. 15. ഗേദ കർഷക സമരം നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗേദ കർഷക സമരം നടന്നത് ഗുജറാത്തിലാണ്. 16. ഗേദ കർഷക സമരം നടന്ന വർഷം ഏതാണ്? 1918 ഖേദ കർഷക സമരം നടക്കുന്നത്. 17. റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 1919 1919 റൗലറ്റ് ആക്ട് പാസാക്കപ്പെടുന്നത്. 18. ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി ഇറങ്ങാനുണ്ടായ സംഭവം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി ഇറങ്ങാനിടയായ സംഭവമാണ് റൗലറ്റ് ആക്ട്. 19. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗൽ ആണ്. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്യാം ബെനഗൽ. 20. ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോയാണ്. ഗാന്ധി സിനിമയുടെ സംവിധായകനാണ് റിച്ചാർഡ് ആറ്റൻബറോ. 21. ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകൾ എത്രയാണ്? 8 ഓസ്കാർ അവാർഡുകളാണ് ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ചത്.
22. പ്ലാസി ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്നത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. പ്ലാസി ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. 23. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം ഏതാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത്. 24. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിന് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിന് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. 25. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? അമൃത്സറിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അമൃത്സറിലാണ്. 26. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? ജനറൽ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. 27. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. 28. താഴെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളിൽ പെടാത്തത് ഏതാണ്? ബനാറസ് ഹിന്ദു കോളേജ് ആണ്. 29. നിസ്സഹകരണ സമരത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? 1920 നിസ്സഹകരണ സമരം തുടങ്ങുന്നത്. 30. താഴെ പറയുന്നവരിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ്. ഓപ്ഷൻ സി ആണ്. 31. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണമാണ് ചൗരി ചൗര സംഭവം. 32. ചൗരി ചൗര സംഭവം നടന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ചൗരി ചൗര സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ്. 33. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? 1922 ചൗരി ചൗര നടക്കുന്നത്. 34. ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ്? 22 പോലീസുകാരാണ് ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെടുന്നത്. 35. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിപ്പിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. നിസ്സഹകരണ സമരം നിർത്തിവെച്ചതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിപ്പിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. 36. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ തുടർന്ന് രൂപം കൊണ്ട പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ തുടർന്ന് രൂപം കൊണ്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 37. സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ട വർഷം? 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് 1923. 38. സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത്. 39. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ്റെ സേനാ വിഭാഗം ഏതാണ്? റിപ്പബ്ലിക്കൻ ആർമിയാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. 40. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1928. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1928. 41. താഴെ പറയുന്നവരിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? സൂര്യസെൻ ആണ്. 42. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് എന്നാണ്? 1931 മാർച്ച് 23 ഇവരെ തൂക്കിലേറ്റുന്നത്. 43. 1929 INCയുടെ ലഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 INCയുടെ ലഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 44. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരാണ്?
ആരാണ്? സൂര്യ സെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകനാണ് സൂര്യ സെൻ. 45 ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ലാല ഹർദയാൽ ആണ്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ലാല ഹർദയാൽ ആണ്. 46 അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ച സേനാനി ആരാണ്? വി ഡി സവർക്കർ ആണ്. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് വി ഡി സവർക്കർ ആണ്. 47 നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. 48 പൂർണ്ണ സ്വരാജ് ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് ലക്ഷ്യമാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. 49 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് ആരൊക്കെയാണ്? ഭഗത് സിംഗും ബതുകേശ്വർ ദത്തുമാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞവർ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തുമാണ്. 50 ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡു ആണ്. ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണ്. 51 സിവിൽ നിയമലംഘന സമരം ആരംഭിച്ച വർഷം ഏതാണ്? 1930 സിവിൽ നിയമലംഘന സമരം ആരംഭിച്ചത് 1930 52 കേരളത്തിൽ നിയമലംഘന സമരത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂരിലായിരുന്നു. കേരളത്തിലെ നിയമലംഘന സമരത്തിൻ്റെ കേന്ദ്രമായിരുന്നു പയ്യന്നൂര്. 53 തമിഴ്നാട്ടിൽ നിയമലംഘന സമരത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? വേദാരണ്യമാണ്. തമിഴ്നാട്ടിലെ നിയമലംഘന സമരത്തിൻ്റെ കേന്ദ്രമാണ് വേദാരണ്യം. 54 ബംഗാളിൽ നിയമലംഘന സമരത്തിൻ്റെ കേന്ദ്രം ഏതായിരുന്നു? നവഖാലിയാണ്. ബംഗാളിലെ നിയമലംഘന സമരത്തിൻ്റെ കേന്ദ്രം നവഖാലിയാണ്. 55 രണ്ടാം വട്ടമേശ സമ്മേളനം വിളിച്ചുകൂട്ടിയ വർഷം ഏതാണ്? 1931 രണ്ടാം വട്ടമേശ സമ്മേളനം 1931. 56 ഒന്നാം വട്ടമേശ സമ്മേളനം വിളിച്ചുകൂട്ടിയ വർഷം ഏതാണ്? 1930 ഒന്നാം വട്ടമേശ സമ്മേളനം 1930. 57 മൂന്നാം വട്ടമേശ സമ്മേളനം കൂടിച്ചേർന്നത് എന്നാണ്? 1932. മൂന്നാം വട്ടമേശ സമ്മേളനം 1932. 58 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കപ്പെട്ടത് എവിടെയാണ്? ലണ്ടനിലാണ്. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കപ്പെട്ടത് ലണ്ടനിലാണ്. 59 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? ഗാന്ധിജിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഗാന്ധിജിയാണ്. 60 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. 61 താഴെ പറയുന്നവരിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? സരോജിനി നായിഡു ആണ്. 62 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളാൻ കാരണമായ സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളാൻ കാരണമായ സമ്മേളനമാണ് ബോംബെ സമ്മേളനം. 63 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് ജയപ്രകാശ് നാരായണനാണ്. 64 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം നൽകിയ വർഷം ഏതാണ്? 1942 ഓഗസ്റ്റ് 8 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തത്. 65 മഹാരാഷ്ട്രയിൽ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ബോംബെ ആയിരുന്നു. മഹാരാഷ്ട്രയിലെ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ബോംബെ. 66 സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക് ആണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. 67 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധി ആഹ്വാനം ചെയ്തത് എപ്പോഴാണ്? ക്വിറ്റ് ഇന്ത്യ സമര സമയത്താണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് എപ്പോഴാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമയത്താണ്. 68 റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 69 ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ്? ഇംഫാലിലാണ്. ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയത് ഇംഫാലിലാണ്.
70. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് എന്താണ്? ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. 71. INAയുടെ വനിതാ വിഭാഗത്തിന്റെ മേധാവി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി ആണ്. INAയുടെ വനിതാ വിഭാഗത്തിന്റെ മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. 72. സ്വതന്ത്ര ഭാരതത്തിനായി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപം കൊണ്ട സ്ഥലം ഏതാണ്? സിംഗപ്പൂരാണ്. സ്വതന്ത്ര ഭാരതത്തിനായി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപം കൊണ്ട സ്ഥലമാണ് സിംഗപ്പൂർ. 73. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യരാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. 74. 1911 തമിഴ്നാട്ടിൽ വെച്ച് തിരുനെൽവേലി ജില്ലാ കളക്ടർ റോബർട്ട് വില്യം ആഷയെ വെടിവെച്ചു കൊന്നത് ആരാണ്? വാഞ്ചി അയ്യരാണ്. 1911 തമിഴ്നാട്ടിൽ വെച്ച് തിരുനെൽവേലി ജില്ലാ കളക്ടർ റോബർട്ട് വില്യം ആഷയെ വെടിവെച്ചു കൊന്നത് വാഞ്ചി അയ്യരാണ്. 75. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മാഡം ബിക്കാജി കാമയാണ്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി. 76. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം? 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ടത് 1920 77. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപം കൊണ്ടത് എവിടെയാണ്? ലാഹോറിലാണ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപം കൊണ്ടത് ലാഹോറിലാണ്. 78. താഴെ പറയുന്നവരിൽ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന് നേതൃത്വം നൽകിയവരിൽ പെടാത്തത് ആരാണ്? BR അംബേദ്കർ ആണ്. 79. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിൻ്റെ പുതിയ പേര് എന്താണ്? അഖിലേന്ത്യാ കിസാൻ സഭ എന്നാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിൻ്റെ പുതിയ പേര്. 80. തേബാഗ സമരം നടന്ന സ്ഥലം ഏതാണ്? ബംഗാളാണ്. തേബാഗ സമരം നടന്നത് ബംഗാളിലാണ്. 81. തെലങ്കാന സമരം നടന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശിലാണ് നടന്നത്. 82. ഭാരതരത്നം ആദ്യം ലഭിച്ച വിദേശി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഭാരതരത്നം ആദ്യം ലഭിച്ച വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 83. ഖാൻ അബ്ദുൾ ഗാഫർ ഖാന് ഭാരതരത്നം ലഭിച്ച വർഷം? 1987 ഖാൻ അബ്ദുൾ ഗാഫർ ഖാന് ഭാരതരത്നം ലഭിച്ചത് 1987 84. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യയുടെ വിഭജനത്തെയും ദ്വിരാഷ്ട്രവാദത്തെയും എതിർത്ത നേതാവ് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യയുടെ വിഭജനത്തെയും ദ്വിരാഷ്ട്രവാദത്തെയും എതിർത്തത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. 86. ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ്? ലേബർ പാർട്ടിയാണ്. ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ലേബർ പാർട്ടി. 87. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി നിയമിച്ച വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി നിയമിച്ച വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ. 88. ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കായിരുന്നു ഇന്ത്യയോട് അനുഭാവം ഉണ്ടായിരുന്നത്? ക്ലെമന്റ് ആറ്റ്ലിക്കാണ്. ഇന്ത്യയോട് അനുഭാവം ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. 89. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 1947 ജൂലൈ ആണ്. 1947 ജൂലൈയിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. 90. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടി ഏതാണ്? സർവേന്ത്യ ലീഗാണ്. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് സർവേന്ത്യ ലീഗ്. 91. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. 92. ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം?
റൗലറ്റ് ആക്ട് വിരുദ്ധ സമരമാണ്, അത് ശരിയാണ്. 1919 നടന്നത്. അത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. 93 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 94 ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? എ ആണ്. പശ്ചിമ ബംഗാളിലെ ചമ്പാരൻ ജില്ലയിൽ നടന്ന സമരം എന്നുള്ളതാണ് തെറ്റ്. 95 ആരുടെ കേസ് വാദിക്കാനായിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്? ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തുന്നത്. 96 ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഗേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വല്ലഭായ് പട്ടേലാണ് എന്നുള്ളത് തെറ്റാണ്. അപ്പം അത് മാത്രമാണ് തെറ്റ്. 97 അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ഏതാണ്? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത്. 98 ഗാന്ധിജിയെ ഏത് യാത്രക്കിടയിലാണ് ട്രെയിനിൽ നിന്ന് പുറത്താക്കിയത്? ഡർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള യാത്രക്കിടയിലാണ് പുറത്താക്കപ്പെട്ടത്. 99 ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ യാതൊരറിവും എനിക്കില്ലായിരുന്നു. ആരുടെ വാക്കുകളാണിത്? മഹാത്മാഗാന്ധിയുടേതാണ്. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ യാതൊരറിവും എനിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 100 താഴെ കൊടുത്ത പ്രസ്താവന പരിശോധിക്കുക. ബ്രിട്ടീഷുകാർ പാസാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് നിയമം പാസാക്കിയത്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 101 ഗേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഗേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. 102 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 103 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എപ്പോഴാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 104 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ഇതാരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. 105 INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. 106 ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യയിൽ രൂപീകൃതമായ സംഘടന ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യയിൽ രൂപീകൃതമായ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. 107 ചൗരി ചൗര ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ചൗരി ചൗര ഉത്തർപ്രദേശിലാണ്. 108 ചൗരി ചൗര നടന്ന വർഷം ഏതാണ്? 1922 ചൗരി ചൗര നടക്കുന്നത്. 109 1929 നടന്ന INC സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ്? ലഹോറാണ്. 1929 നടന്ന INC സമ്മേളനത്തിൻ്റെ വേദി ലഹോറാണ്. 110 1929 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. 111 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കുവാൻ തുടങ്ങിയാൽ ഈ സർക്കാർ എന്തു ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കുവാൻ തുടങ്ങിയാൽ ഈ സർക്കാർ എന്തു ചെയ്യുമെന്ന് ചോദിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 112 തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി ഏതായിരുന്നു? വേദാരണ്യമാണ്. തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയാണ് വേദാരണ്യം. 113 മഹാത്മാഗാന്ധി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1931. മഹാത്മാഗാന്ധി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത് 1931. 114 INAയുടെ വനിതാ വിഭാഗം ഏതാണ്? ഝാൻസി റാണി റെജിമെൻ്റ് ആണ്. INAയുടെ വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെൻ്റ്. 115 ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്.
ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് റാഷ് ബിഹാരി ബോസ്. 116. INA-യുടെ വനിതാ വിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. INA-യുടെ വനിതാ വിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. 117. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? ആരൊക്കെ ചേർന്നാണ്? MN ജോഷിയും ലാലാ ലജ്പത് റായുമാണ്. MN ജോഷിയും ലാലാ ലജ്പത് റായും ചേർന്നാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. 118. 1920 രൂപീകരിച്ച AITUCയുടെ പൂർണ്ണ രൂപം എന്താണ്? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. 119. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ചത് എവിടെയാണ്? ലാഹോറിലാണ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ചത് ലാഹോറിലാണ്. 120. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ചത് ആരാണ്? NM ജോഷിയാണ്. 121. സർവേന്ത്യ ലീഗ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. സർവേന്ത്യ ലീഗ് പാർട്ടിയുടെ സ്ഥാപകനാണ് മുഹമ്മദ് അലി ജിന്ന. 122. വട്ടമേശ സമ്മേളനങ്ങളിൽ നടന്ന ലണ്ടനിലെ സ്ഥലം ഏതാണ്? ജെയിംസ് പാലസ് ആണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന ലണ്ടനിലെ സ്ഥലമാണ് ജെയിംസ് പാലസ്. 123. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ചത് ആരാണ്? NG രംഗയാണ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ചത് NG രംഗയാണ്. 124. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മഹാത്മാഗാന്ധിയുടേതാണ്. 125. 1942 ഓഗസ്റ്റ് 8 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. 1942 ഓഗസ്റ്റ് 8 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനമാണ്. 126. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 127. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരത്തിൽ നിന്നും പിന്മാറിയതിൽ ഞാൻ ദുഃഖിതനും രോക്ഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ജയിലിൽ വെച്ച് കണ്ടത്. ആരുടെ വാക്കുകളാണിത്? നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരത്തിൽ നിന്നും പിന്മാറിയതിൽ ഞാൻ ദുഃഖിതനും രോക്ഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ജയിലിൽ വെച്ച് കണ്ടതെന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. 128. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് സംഘടന രൂപീകരിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് സംഘടന രൂപീകരിച്ചത് ഡൽഹിയിലാണ്. 129. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരെല്ലാമാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ് ഇവരെല്ലാം ചേർന്നാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. 130. സായുധ വിപ്ലവത്തിനായി റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഇവരെല്ലാം ചേർന്നാണ് സായുധ വിപ്ലവത്തിനായി റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത്. 131. 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 132. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റുന്നത്. 133. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? സാൻഡേഴ്സൺ ആണ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ. 134. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ലാലാ ഹർദയാലാണ്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ലാലാ ഹർദയാലാണ്. 135. അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? സവർക്കർ ആണ്. അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകനാണ് സവർക്കർ. 136. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്.
137 ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ 1934 രൂപീകരിച്ച പാർട്ടി ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ 1934 രൂപീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 138 അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? പ്ലേഗ് ബോണസ് ആയിരുന്നു. അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണമാണ് പ്ലേഗ് ബോണസ്. 139 വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സമരം ഏതാണ്? ഗേദാ സത്യാഗ്രഹമാണ്. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് ഗേദാ സത്യാഗ്രഹം. 140 റൗലറ്റ് നിയമം പാസാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? സിഡ്നി റൗലറ്റ് ആണ്. സർ സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് നിയമം പാസാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ തലവൻ. 141 ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവമാണ് റൗലറ്റ് ആക്ട്. 142 നാവിക കലാപം നടന്ന സ്ഥലം ഏതാണ്? ബോംബെ ആണ്. നാവിക കലാപം നടന്ന സ്ഥലമാണ് ബോംബെ. 143 അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? NG രംഗയാണ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് NG രംഗ. അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. നമ്മളിന്ന് 143 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.